കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകാൻ ഒരുങ്ങിയെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് അദ്ദേഹത്തിന് പ്രസംഗിക്കാനായില്ല. തുടർന്ന് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ തന്നെ നന്ദി പ്രമേയം സഭ പാസാക്കി. 2004 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു സാഹചര്യം പാർലമെന്റിൽ ഉണ്ടാകുന്നത്. മുൻ കരസേനാ മേധാവി എം നരവനെയുടെ അപ്രകാശിത പുസ്തകത്തിലെ പരാമർശങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാതിരുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായകമായ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം അടുത്തയാഴ്ച നടക്കും. കരാറിൽ ഇന്ത്യയിലെ കാർഷിക, ക്ഷീര മേഖലകളുടെ താൽപര്യങ്ങൾ പൂർണ്ണമായി സംരക്ഷിച്ചിട്ടുണ്ടെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യക്ക് ഏത് രാജ്യത്തു നിന്നും എണ്ണ വാങ്ങാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും തങ്ങൾ ഇന്ത്യക്ക് എണ്ണ നൽകുന്നത് തുടരുമെന്നും റഷ്യ വ്യക്തമാക്കി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചെന്ന US പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ ഈ പ്രതികരണം. മണിപ്പൂരിലെ 1 വർഷം നീണ്ട രാഷ്ട്രപതി ഭരണം പിൻവലിച്ചു. BJP നേതാവായ യുമാൻ ഖേംചന്ദ് സിംഗ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. 415 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ അൽ ഫലാഹ് ഗ്രൂപ്പ് ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായി.